ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 59. വിഷയാ വിനിർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ ഫലം ദൃഷ്ട്വാ നിവർത്തതേ. വിവർത്തനം. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. ഭാവാർത്ഥം: അതീന്ദ്രിയാവസ്ഥയിലല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടും നിയന്ത്രണം കൊണ്ടും ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്നത് ഒരു രോഗിക്ക് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കുന്നത് പോലെയാണ്. അത്തരം വിലക്കുകൾ രോഗിക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ഭക്ഷ്യവസ്തുക്കളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് കുറയുന്നതുമില്ല. അതുപോലെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവയുൾക്കൊള്ളുന്ന അഷ്ടാംഗയോഗാദി പ്രക്രിയകൾ ബുദ്ധി കുറഞ്ഞവർക്കായി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൃഷ്ണാവബോധത്തിന്റെ പുരോഗമനത്തിൽ പരമപുരുഷനായ കൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെയുണ്ടാവില്ല. ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ പൊതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടവയാണ് നിബന്ധനകളെല്ലാം. എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ രസം ലഭിച്ചു തുടങ്ങുന്നതുവരെ മാത്രമേ ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ. ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി തനിയെ നശിക്കും. ശ്ലോകം 60. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദേന ഹരന്തി പ്രസഭം മനഃ. വിവർത്തനം. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ഭാവാർത്ഥം: ജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ എന്നിങ്ങനെ പലരും ഇന്ദ്രിയ ജയത്തിനായി യത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങളെല്ലാം ഇരുന്നിട്ടും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു. മഹർഷിയും വിശിഷ്ടയോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ടും കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴയ്ക്കപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമുനാചാര്യന്റെ വാക്കുകൾ ഇതിന് ഉദാഹരണമാണ്. യഥവതി മമ ഛേദ കൃഷ്ണപാദാരവിന്ദേ നവനവരസ ധാമന്യുത്യതം രന്തുമാസീത് തദവതി ബദ നാരീസംഗമേ സ്മരണ്യമാണേ ഭവതി മുഖവികാര സുഷ്ടു നിഷ്ഠീവനം ച. ഭഗവാൻ കൃഷ്ണന്റെ പാദാരവിന്ദ സേവനത്തിൽ എൻ്റെ മനസ്സ് ഉത്സുകമായതിനു ശേഷം അങ്ങനെ നിത്യ നൂതനമായൊരു അതീന്ദ്രിയ സ്ഥിതി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയ ശേഷം ഒരു സ്ത്രീയുമായുള്ള സംഭോഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് വിരക്തി തോന്നുന്നു. ഞാൻ ആ ചിന്തയെ പോലും പുച്ഛിച്ചു പോകുന്നു. അത്രമേൽ ദിവ്യമായൊരു വിശിഷ്ട അനുഭൂതിയത്രേ കൃഷ്ണാവബോധം. ഭൗതിക ഭോഗങ്ങൾ അതിനു മുമ്പിൽ അനാസ്വാദ്യങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക്
പോഷകങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാലുണ്ടാകുന്നത് പോലെ ഒരനുഭവമാണത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരുന്ന അംബരീക്ഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ പരാജിതനാക്കിയല്ലോ. സ വൈ മന കൃഷ്ണപാദാരവിന്ദയോ വാചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.